ഇന്ന് നമുക്ക് ബുള്ളിഷ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റെഡ് ക്യാൻഡിലെ പറ്റി പഠിച്ചു കഴിഞ്ഞാലോ. ഇതാണ് നമ്മുടെ ഹാമർ ക്യാൻഡിൽ, ഇതാണ് നമ്മുടെ ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ. ഇവിടെ ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പ്രൈസ് ഡൗൺ സൈഡ് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. എന്നാൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇങ്ങനൊരു റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് എപ്പോഴും ഈ ഒരു പോയിന്റ് ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ്. എന്നിട്ട് ഇതാണ് അതിൻ്റെ ക്ലോസിംഗ് പോയിന്റ്, ഇതാണ് അതിൻ്റെ ഓപ്പണിംഗ് പോയിന്റ്. ഈ ഒരു ലൈനെ നമ്മൾ ഷാഡോ അല്ലെങ്കിൽ വിക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആകുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഇവിടെ വരുന്നു. ഇതാണ് അതിൻ്റെ ക്ലോസിംഗ് പോയിന്റ്. അന്നേരം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓവറോൾ ഡയറക്ഷൻ ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ ഒരു അപ്സൈഡിലേക്ക് ഇതിൻ്റെ ക്ലോസിംഗ് പോകുന്നുണ്ട്. ഒരു അപ്സൈഡ് പുഷ് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സ്ട്രോങ് റിജക്ഷൻ ആണ് ഇവിടെ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് റിജക്ഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. അന്നേരം നമുക്ക് എന്തോ മനസ്സിലാക്കാം. ഒരു ലോങ് വിക്കുള്ള ക്യാൻഡിൽ ആണ്, ഹാമർ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ അത് ഗ്രീൻ ആയിക്കോട്ടെ, റെഡ് ക്യാൻഡിൽ ആയിക്കോട്ടെ, ഗ്രീൻ ക്യാൻഡിൽ ആയിക്കോട്ടെ, ഒരു അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ആയിരിക്കും മാർക്കറ്റിൽ കൂടുതൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓവറോൾ ഡയറക്ഷൻ ഒരു അപ്സൈഡ് ആയിരിക്കും, ഒരു ഹ്യൂജ് റിജക്ഷൻ കാരണം.